കേസിലെ പ്രതികളെ ഹാജരാക്കുന്ന ഘട്ടത്തിലും ഇന്നിപ്പോൾ ആഡ് ആന്റണിയുടെ കേസിൻ്റെ വിധി പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിലും മാധ്യമപ്രവർത്തകരെ കോടതിക്കകത്തേക്ക് കയറ്റാതെ ഇരുന്നതിൻ്റെ കാരണമായി പോലീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അഭിഭാഷകർ പറഞ്ഞു പ്രശ്നമുണ്ടാകും എന്ന്. അത് ബന്ധപ്പെട്ട ജഡ്ജി മുഖാന്തരവും അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് അത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ നിങ്ങളകത്ത് കടക്കരുത് എന്നാണ്. ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അഭിഭാഷകർ വിലക്കിയിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് കെ രാംകുമാർ പറയുന്നു. ഏത് വിശ്വസിക്കണം എന്നത് നമ്മുടെ മുന്നിലെ ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് എന്തായാലും അകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചോദ്യം, അഭിഭാഷകരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നാം ഈ ഘട്ടത്തിൽ വിലയിരുത്തുകയാണ് എങ്കിൽ അഡ്വക്കേറ്റ് കെ രാംകുമാർ പറയുന്ന കാതലായ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. നാളെ ഹൈക്കോടതിയിൽ നടക്കുന്ന ചടങ്ങിൽ കൃത്യമായി പ്രവേശനം ഇതിനു മുൻപ് ഉറപ്പുവരുത്തപ്പെട്ടിരുന്ന ഒരു പരിപാടിയിൽ നിന്ന് ഹൈക്കോടതി തന്നെ തീരുമാനമെടുത്ത് മാധ്യമപ്രവർത്തകർ വരണ്ട എന്ന് നിശ്ചയിക്കുന്നു എങ്കിൽ മാധ്യമപ്രവർത്തകർ വീണ്ടും വിചാരത്തോടെ ഈ വിഷയത്തെ ആലോചിക്കേണ്ട സന്ദർഭമായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഈ വിഷയത്തിൽ ശ്രീ രാംകുമാർ പറഞ്ഞ വിശദീകരണങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നു. ഞാനിപ്പോൾ അതൊന്നും തർക്കിക്കുന്നില്ല. കാരണം അതൊക്കെ ആര് ആദ്യം അടിച്ചു, ആര് പ്രകോപനമുണ്ടാക്കി എന്ന വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിലോ അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിലോ തെളിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ മുന്നിലും വേണുവിൻ്റെ മുന്നിലും ഉള്ള വിഷയം അതിനേക്കാളൊക്കെ വലുതാണ്. വളരെ കാതലായ ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കോടതികളിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം വിലക്കിയിരിക്കുന്നു. അതിന് അഭിഭാഷകർ ഉത്തരവാദികളല്ല എന്നാണ് ശ്രീ രാംകുമാർ പറയുന്നതെങ്കിൽ അത് ശരിയല്ല. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ പ്രവേശനം നൽകണം എന്ന് ആദ്യം ഏറ്റവും ഉച്ചത്തിൽ ആവശ്യപ്പെടേണ്ടത് അഭിഭാഷകരാണ്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. അത് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തൊരു തത്വം ഇതിനകത്തുണ്ട്. നമ്മുടെ കോടതികൾ തുറന്ന കോടതികളാണ്, ഓപ്പൺ കോർട്ടാണ്. തുറന്ന കോടതിയിൽ പൊതുസമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ ദൃഷ്ടിയിൽ നീതി നിർവഹണം നടത്തുക എന്നുള്ളത് വിലപ്പെട്ട മനുഷ്യാവകാശമാണ്. അത് പല മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലും നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. തുറന്ന കോടതി എന്ന് പറഞ്ഞാൽ ജനലും വാതിലും തുറന്നിട്ടാൽ പോരാ. അഭിഭാഷകർ തെങ്ങി നിറഞ്ഞ കോടതിയും തുറന്ന കോടതിയല്ല. തുറന്ന കോടതി ആണ് എന്നതിന് തെളിവ് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഇപ്പോൾ വിലക്കിയിരിക്കുന്നു. അതിന് അഭിഭാഷകർ ഉത്തരവാദികളല്ലാതെ ശ്രീ രാംകുമാർ പറയുന്നു. ഞാൻ സമ്മതിച്ചു. ആരാണ് പിന്നെ ഉത്തരവാദി? അദ്ദേഹം തന്നെ പറയുന്നു കോടതിയാണ്. ഹൈക്കോടതിയാണ് വിലക്കിയിരിക്കുന്നത്. ഹൈക്കോടതി വിലക്ക് മറ്റു കോടതികളിൽ ആവർത്തിക്കുകയാണ്. ഇന്നലെ എറണാകുളം സെഷൻസ് കോടതിയിൽ, ഇന്ന് കൊല്ലം സെഷൻസ് കോടതിയിൽ, നാളെ മറ്റു പല കോടതികളിലും ഹൈക്കോടതിയാണ് അത് ചെയ്തിരിക്കുന്നതെങ്കിൽ ഹൈക്കോടതി ഏറ്റവും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്നു എന്നെനിക്ക് പറയേണ്ടി വരും. ഇത് ഒന്നുകൂടി കടത്തി ഞാൻ പറയട്ടെ, ഇത് ജുഡീഷ്യൽ എമർജൻസിയാണ്. അതാണ് നമ്മൾ 1975 കണ്ടതാണ്. എല്ലാം വിലക്കിക്കൊണ്ട് അന്ന് ഹേബിയസ് കോർപ്പസ് കേസിൽ പിന്നീട് പ്രസിദ്ധമായി തീർന്ന ജസ്റ്റിസ് HR ഖന്നയുടെ ആ വിയോജന വിധി പോലും റിപ്പോർട്ട് ചെയ്യാൻ പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇന്ന് അതുപോലെ ഇന്ന് ഞാൻ കാഴ്ച കണ്ടല്ലോ, നമ്മളെല്ലാവരും കണ്ടതല്ലേ, ആഡ് ആന്റണിയുടെ വിധി, ശിക്ഷാവിധി അതെന്താണ് എന്ന് യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ വഴിയരികിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് ബ്രീഫ് ചെയ്യുന്നു. നമ്മളതാണ് ഇന്ന് TV വാർത്തകൾ കണ്ടത്. പോലീസുകാരുടെ കേട്ടെഴുത്തുകാരായി മാധ്യമപ്രവർത്തകരെ അധപ്പതിപ്പിച്ചത് ആരാണ്? അത് അഭിഭാഷകരല്ലെങ്കിൽ അവരത് തുറന്നു പറയണം, അവർ നിലപാട് സ്വീകരിക്കണം. ഹൈക്കോടതിയോ ജഡ്ജിമാരോ ആണ് ചെയ്തതെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നതിനുള്ള ആർജവം അഭിഭാഷകർ കാണിക്കുകയും വേണം. ശ്രീ R. അജിത് കുമാർ, ഈ വിഷയത്തിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ടുണ്ട്, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകർ കരുതുന്നുണ്ട് എങ്കിൽ ഈ അഭിഭാഷകരുമായി തായം കളിച്ച സമയം കളയുകയല്ല വേണ്ടത്. ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ് വേണ്ടത്. ആ ഒരു സമീപനം മാധ്യമ സമൂഹത്തിൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതല്ലേ? മള്ളൂർ ഗോവിന്ദപിള്ളയും പണവുമുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും രക്ഷപ്പെടാം എന്നൊരു ചൊല്ലുണ്ട്. രാംകുമാർ മള്ളൂരുമുണ്ടെങ്കിൽ, അതെ, 1000 രൂപ മള്ളൂരും ഉണ്ടെങ്കിൽ രാംകുമാർ സാറിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹം ഈ കൊല നടത്തിയെന്ന് പൂർണ്ണ ബോധ്യമുള്ള കൊലക്കേസ് പ്രതിക്ക് വേണ്ടി പണം വാങ്ങിക്കൊണ്ട് വാദിക്കുന്ന ഒരു അഭിഭാഷകനായി തരം താണിരിക്കുകയാണ് ഇന്നത്തെ ചർച്ചയിൽ. ഞാൻ റെസ്പെക്റ്റ് എല്ലാം പൂർണ്ണമായി വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇവിടെ അഭിഭാഷകർ, അങ്ങേപ്പോലുള്ള മുതിർന്ന അഭിഭാഷകർ, ഈ അഭിഭാഷക വൃത്തി, ഞങ്ങൾ പത്രക്കാർ മിസ്റ്റേക്ക് നടത്തിയോ തെറ്റ് ചെയ്തോ അവരെ ശിക്ഷിക്കൂ, അവരെ ഐഡൻറ്റിഫൈ ചെയ്യൂ, അവരെ അറസ്റ്റ് ചെയ്യൂ, കോടതിയിൽ കേസ്, ഞങ്ങളൊക്കെ കോടതിയിൽ കേസ് ഇപ്പോഴും പ്രതികളാണ്.
അങ്ങനെ പറയുന്ന പത്രപ്രവർത്തകരോട് അദ്ദേഹം അഭിഭാഷകർക്ക് വേണ്ടി ഇതുപോലെ ഏകപക്ഷീയമായി പോരാടുന്ന ഒരു പ്രതീകമായി മാറാൻ പാടുണ്ടോ? രാംകുമാർ സാറിനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകർ, അവിടെ അഭിഭാഷകർ തെറ്റ് ചെയ്തെങ്കിൽ അഭിഭാഷകരിലെ അഭിഭാഷകർ, പത്രക്കാരെങ്കിൽ പത്രക്കാർ എന്നല്ലേ കരുതേണ്ടത്? അതിനു പകരം ഈ തരത്തിൽ വളരെ ഏകപക്ഷീയമായൊരു വാദമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അപ്പോൾ പലയിടത്ത് അഭിഭാഷകർ തടസ്സപ്പെടുത്തിയാൽ, ഹൈക്കോടതിയുടെ മുൻവശം അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കിയാൽ അറസ്റ്റ് ചെയ്ത് നീക്കണം, അല്ലെങ്കിൽ പോലീസ് കോടതിക്ക് ഇടപെടാം, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്ന് കോടതിക്ക് ഉത്തരവിടാം. അതാണല്ലോ നിയമപരമായ വ്യവസ്ഥ. അതോടൊപ്പം തന്നെ എവിടെയാണോ നിയമവിരുദ്ധമായി നടക്കുന്നത് അതിന് പകരം ഹൈക്കോടതിയെയും ജുഡീഷ്യൽ സിസ്റ്റത്തെയും അഭിഭാഷകരിലൊരു വിഭാഗം ഹൈജാക്ക് ചെയ്തിരിക്കുക, ജുഡീഷ്യൽ സിസ്റ്റത്തെ ബന്ദികളാക്കിയിരിക്കുക. ഹൈക്കോടതി സ്വമനസാലെയാണ് ഇതുപോലെയൊക്കെ ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. ഹൈക്കോടതിക്കറിയാം, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഇവിടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ ട്രാൻസ്പെറൻ്റ് ആക്കി നിർത്തേണ്ടത് മാധ്യമപ്രവർത്തകരാണ്. ആ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ അറിയിക്കാൻ ഉള്ള അവകാശം അതവർ തന്നിരിക്കുന്നു. അത് നിയമം നൽകിയിരിക്കുന്നതാണ്. അതിനെ നിഷേധിക്കാൻ എന്താണ് അവകാശം? അപ്പോൾ ഈ ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതേപോലെ മാധ്യമപ്രവർത്തകരുടെ മേക്കിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റമായി പറഞ്ഞു. ഒരു റഫറൻസ് പോലും നിങ്ങളെ തടഞ്ഞില്ലേ ഹൈക്കോടതി? അതിന് ഹൈക്കോടതിക്ക് അങ്ങനെ ആക്കിയത് മാധ്യമപ്രവർത്തകരുടെ കുഴപ്പമല്ലേ? ഹൈക്കോടതിക്കകത്തേക്ക് മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും കയറിയോ? വഞ്ചൂർ കോടതിയിലേക്ക് മാധ്യമപ്രവർത്തകർ കയറിയോ? ഇല്ല. അവിടെ പ്രകടനം നടത്താൻ അവകാശമുണ്ട്, അവിടെ ധർണം നടത്താൻ അവകാശമുണ്ട്, പിക്കറ്റിംഗ് നടത്താൻ അവകാശമുണ്ട്. അവകാശമില്ല. അല്ല, അറസ്റ്റ് ചെയ്യണം. അവകാശമില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം. നിയമനിഷേധം നടത്താൻ അവകാശമുണ്ടല്ലോ. ഇവരൊക്കെ നിയമനിഷേധം നടത്തിയിട്ടുണ്ടല്ലോ. രാംകുമാർ സാർ ഉൾപ്പെടെയുള്ള അഭിഭാഷകരെല്ലാം എത്ര നിയമനിഷേധം ഇവർ നടത്തിയിരിക്കുന്നു. അപ്പോൾ അത് അറസ്റ്റ് ചെയ്ത് നീക്കുക നിയമ നടപടിയാണ്. അതിന് പകരം ഈ തരത്തിൽ ജുഡീഷ്യൽ സിസ്റ്റത്തെ ബന്ദികളാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അഭിഭാഷകർ ചെയ്തിരിക്കുന്നത്. കൊല്ലത്ത് അവസാനം വേണുവിൻ്റെ വിഷയം, കൊല്ലത്ത് എന്താ നടന്നത്? ഒരു ക്ലാഷിന് അഭിഭാഷകർ പത്രപ്രവർത്തകർ പോയില്ലല്ലോ. എന്നിട്ട് അവിടെ 200 അഭിഭാഷകർ വന്ന് തടയുന്നു. മാധ്യമപ്രവർത്തകർ എണ്ണത്തിൽ കുറവ് ഇപ്പുറത്ത് നിൽക്കുന്നു. എന്നിട്ട് ഇവർ ആടാൻ്റെടിയെ സഹായിക്കാനാണോ ചെയ്യുന്നത്? ഇവർ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ജനങ്ങളുടെ പക്ഷത്താണോ, ഇരയുടെ പക്ഷത്താണോ, ആടാൻ്റെടിയുടെ പക്ഷത്താണോ? എന്നിട്ട് ആ അവകാശം തടയുന്നു. എന്നിട്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഒരു പോലീസുകാരനെ കൂടെ ബ്രീഫ് ചെയ്യിക്കുന്നു. എന്താണ് അപ്പോൾ എന്താ? കോടതി പോലും ഇവരെ ഹൈജാക്കിയ ബന്ദികളാക്കിയിരിക്കുകയല്ലേ? അല്ലെ, കോടതി പോലും ഭയക്കുകയാണ് അഭിഭാഷകരെ. അപ്പോൾ അഭിഭാഷക സമൂഹത്തിൽ ഒരു വലിയ ക്രിമിനലുകൾ പത്രപ്രവർത്തകരുണ്ടെങ്കിൽ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അഭിഭാഷക സമൂഹത്തിൻ്റെ അങ്ങനെയുള്ള കെണിയിൽ രാംകുമാർ സാറിനെ പോലെ ഉള്ള ആൾക്കാർ പോലും വീണെങ്കിൽ എവിടെയാണ് നീതി കിട്ടുക? കൊല്ലത്തെവിടെ നീതി? ഇപ്പോൾ കൃഷ്ണകുമാരിക്ക് അക്രമം നടത്തിയ പറഞ്ഞല്ലോ, കൃഷ്ണകുമാരിക്ക് വളരെ ദൗർഭാഗ്യകരമായി പോയി. പക്ഷേ പത്രപ്രവർത്തകർ എത്ര പേർക്ക് അടി കിട്ടി, എത്ര പേർ കയറി കിട്ടി? ഹൈക്കോടതി വഞ്ചൂർ വളപ്പിൽ നിന്നും ബിയർ കുപ്പികൾ എത്ര വലിച്ചെറിഞ്ഞു കണ്ടല്ലോ. അപ്പോൾ രണ്ട് കൂട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്രമത്തെ അക്രമമായി കാണണം. പത്രക്കാർ അക്രമം നടത്തിയോ അവരെ ശിക്ഷിക്കൂ, അറസ്റ്റ് ചെയ്യൂ. അതിനു പകരം കോടതിയെ ജുഡീഷ്യൽ സിസ്റ്റത്തെ ബന്ദികളാക്കി അതിനെ ഒക്കെ ന്യായീകരിക്കാൻ ആർക്കാ കഴിയുക? കൊല്ലത്ത് നടന്നത് ജനാധിപത്യം മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുക. രാംകുമാർ സാറൊക്കെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരല്ലേ, നിലപാടെടുത്ത ആൾക്കാരല്ലേ? ഇത്തരത്തിൽ പാടുണ്ടോ? ഈ അറിയാനുള്ള അവകാശം നിഷേധിക്കാൻ പാടുണ്ടോ? ജനങ്ങളൊന്നും അറിയരുത്, കോടതിയിൽ കയറാൻ പാടില്ല. ഹൈക്കോടതിയിൽ പോലും ഇന്നടത്ത് കയറണം. മുഖ്യമന്ത്രി ഇടപെട്ടു, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി എല്ലാവരും ഇടപെട്ടു, ചർച്ച നടത്തി, അതിന് പരിഹാരം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? സ്റ്റാറ്റസ് കോ പഴയതുപോലെ ആക്കുക. അതാണ് മര്യാദ. പഴയതുപോലെ ആക്കിയോ ഹൈക്കോടതിയിൽ? പഴയതുപോലെ ആക്കിയോ ഇവിടെ കോടതികളിൽ? ഇല്ല. അപ്പോൾ അഭിഭാഷകരുടെ ബന്ദികളായി കോടതികൾ മാറിയിരിക്കുന്നു. അത് ഹൈക്കോടതിയും മറ്റു കോടതികളും അവരെയും ബന്ദികളാക്കാൻ അഭിഭാഷകർക്ക് അവകാശമുണ്ടോ സാർ? ഇതാണ് എൻ്റെ ചോദ്യം. അഡ്വക്കേറ്റ് രാംകുമാർ മറുപടി. വേണു, ഇവിടെ ആരും റിപ്പോർട്ടിംഗ് ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. ആൻറ്റണിയുടെ ജഡ്ജ്മെൻറ്റ് അയാൾക്ക് ജീവപര്യന്തം കൊടുത്തതും പിഴ ഈടാക്കിയതും പിഴ ആർക്ക് കൊടുക്കണം എന്നുമൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ വിവരിച്ചു. ഇത് അഭിഭാഷകരാണ് റിപ്പോർട്ട് ചെയ്തത്. മാധ്യമങ്ങൾ അവിടെ ചെല്ലാതെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ റിപ്പോർട്ടിംഗ് എന്ന പേരിൽ ചില കോമാളിത്തരങ്ങൾ ഹൈക്കോടതിയിൽ നടന്നിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ജസ്റ്റിസ് അലക്സാണ്ടർ ജോസഫ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെ കുറിച്ച് വിമർശിച്ച് ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയെന്നും പറഞ്ഞ് ജഡ്ജ്മെൻ്റ് ഒപ്പിടുന്നതിന് മുമ്പേ